നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസം മാത്രം. രാഷ്ട്രീയ പാർട്ടികൾ സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിവിധ സർവേ ഏജൻസികൾ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു സർവേ പുറത്തു വന്നത്. വോട്ട് വൈബ് എന്ന ഏജൻസി നടത്തിയ സർവേ. UDF-നാണ് വിജയം, BJP വൻ കുതിപ്പുണ്ടാക്കും എന്ന് കണ്ടെത്തിയ സർവേയാണ്. അത് ആർക്ക് വേണ്ടി നടത്തിയതാണ് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. BJP-ക്ക് വേണ്ടിയിട്ടാണ് എന്നും. 1400 പേരെ കണ്ട് തയ്യാറാക്കിയ സർവേയാണ്. എന്നാൽ ഇതാ മറ്റൊരു സർവേ പുറത്തു വന്നിരിക്കുന്നു. ആ സർവേ 82,058 പേരെ കണ്ടാണ് തയ്യാറാക്കിയത്. 82,058 പേരെ 14 അംഗങ്ങളുള്ള 7 ടീമുകളായി തിരിഞ്ഞ് 140 നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ആളുകളെ നേരിട്ട് കണ്ട് തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടാണ്. ജനുവരി 2 മുതൽ 26 വരെയാണ് അവർ വിവിധ ഇടങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളെ കണ്ട് 26-ാം തീയതി തന്നെ എന്ന് വെച്ചാൽ ഇന്ന് തന്നെ സർവേ റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്തു. ഗ്രാമീണ പ്രദേശങ്ങളിൽ 53% പേരെ കണ്ടു. നഗരപ്രദേശങ്ങളിൽ 47% പേരെയാണ് കണ്ടത്. വിവിധ പ്രായത്തിലുള്ളവർ 18-നും 25-നും വയസ്സിന് ഇടയിലുള്ള 13.74% പേരെ നേരിട്ട് കണ്ടു. 26-നും 35-നും ഇടയിലുള്ള 17.33% പേരെ കണ്ടു. 36-നും 50-നും ഇടയിൽ 30.22% പേരെ കണ്ടു. 51-നും 60 വയസ്സിനും ഇടയിൽ 19.83, 60 വയസ്സിനും അതിനു മുകളിലുമുള്ള 18.88% പേരെയാണ് കണ്ടത്. അങ്ങനെ ആകെ കണ്ടത് 82,058 പേരെ. ഇതിൽ വിദ്യാഭ്യാസം അനുസരിച്ച് കണ്ടവരെ കണക്കുണ്ട്. 10ാം ക്ലാസ് വരെ എത്തിയവർ 17.72, 10ാം ക്ലാസ് പാസ്സായവർ 28.70, 12ാം ക്ലാസ് വരെ പഠിച്ചവർ 27.25, ബിരുദധാരികൾ 20.78, ബിരുദാനന്തര ബിരുദം നേടിയവർ 3.11, പ്രൊഫഷനുകൾ 1.37. ഇങ്ങനെയാണ് വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ 82,058 പേരെ ആകെ കണ്ടിട്ടുണ്ട്. ഇതിൽ 49% പുരുഷന്മാരാണ്, 51% സ്ത്രീകളാണ്. ഇതാണ് ആകെ ഏതൊക്കെ തരത്തിൽപ്പെട്ടവർ, ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്നിവ സംബന്ധിച്ച് പുറത്തുവിട്ട കണക്ക്. ടീം PSR എന്ന ഏജൻസിയാണ് സർവേ നടത്തിയിരിക്കുന്നത്. ടീം PSR എന്ന ഏജൻസി മലയാളികൾ ഉൾപ്പെടെയുള്ളവരാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ 20 വർഷമായി മാർക്കറ്റ് റിസർച്ച് രംഗത്തും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സർവേ രംഗത്തും പ്രവർത്തിച്ച് പരിചയമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് ടീം PSR. അവരാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. അവരാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർ പുറത്തുവിട്ട സർവേ കണക്ക് വളരെ രസകരമാണ്. സീറ്റിൻ്റെയും വോട്ടിൻ്റെയും ശതമാനം. സീറ്റ് വോട്ട് കണക്കുകൾ ആദ്യം പറയാം. ആകെ വോട്ട് ശതമാനം 38.41% LDF-ന് ലഭിക്കും. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് LDF-നാണ് എന്നർത്ഥം. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ 2 മുതൽ 26 വരെയുള്ള കണക്കുകളാണ്. അതുപ്രകാരം 82,058 പേരെ കണ്ടപ്പോൾ 38.41% LDF-ന് വോട്ട് ചെയ്യും എന്നാണ്. 38.12% പേർ UDF-നോടൊപ്പം നിൽക്കുന്നു. 38.12. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, നേരിയ വ്യത്യാസമേ ഉള്ളൂ. 38.41-ഉം 38.12. വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച്, ശതമാനം അനുസരിച്ച് മുന്നിൽ നിൽക്കുന്നത് LDF ആണ്. തൊട്ട് താഴെ തന്നെ UDF ഉണ്ട്. BJP-ക്ക് NDA മുന്നണിക്ക് 20.42% വോട്ടും പ്രവചിക്കുന്നുണ്ട് ഈ സർവേയിൽ. ഇനി ഈ വോട്ടുകളെ നമുക്ക് സീറ്റുകളിലേക്ക് മാറ്റിയാലോ? ടീം PSR പറയുന്നത് 62 മുതൽ 68 സീറ്റ് വരെയാണ് LDF-ന് ലഭിക്കുക. 62 മുതൽ 68 സീറ്റ് വരെ എന്ന് വെച്ചാൽ വോട്ട് കൂടുതൽ ലഭിക്കുക LDF-നാണ്. എന്നാൽ സീറ്റ് കൂടുതൽ ലഭിക്കുന്നത് UDF-നാണ്. സീറ്റ് 62 മുതൽ 68 വരെ LDF-ന്, 72 മുതൽ 77 വരെ
UDFന് സീറ്റ് ലഭിക്കുമെന്ന്. 72 മുതൽ 77 വരെ സീറ്റുകൾ NDAക്ക് BJP മുന്നണിക്ക് 1 മുതൽ 3 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇവരുടെ സർവേയിൽ പറയുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെഡ് എന്ന് പറയുന്നത്. സീറ്റ് ലഭിക്കുക കൂടുതൽ UDFനാണ്, വോട്ട് ലഭിക്കുക കൂടുതൽ LDFനാണ്. ഇത് എങ്ങനെ സംഭവിക്കും എന്നും വിശദീകരിക്കുന്നുണ്ട് ഇവരുടെ സർവേ. എന്ന് വെച്ചാൽ LDF ജയിക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി ജയിക്കും. എന്നാൽ UDF ജയിക്കുന്ന മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമായിരിക്കും നടക്കുക. നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമേ UDF സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്നുമാണ് ഇവരുടെ സർവേയിൽ പറയുന്നത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഈ സർവേയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചലഞ്ചുകൾ സർക്കാർ നേരിടുന്ന എന്ന് വെച്ചാൽ LDF ആണല്ലോ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. എന്തൊക്കെയാണ് LDFന് ശക്തിയും LDFന്റെ ദൗർബല്യവും എന്നുകൂടി പറയുന്നുണ്ട്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. 2 ടേമിൽ കേരളം ഭരിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമാണ്. എന്നാൽ ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചിട്ടുണ്ട് എന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ചില ആശുപത്രികളിൽ ഡോക്ടർ ഇല്ലാത്തത്, രോഗികളോടുള്ള മോശമായ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ മധ്യവർഗത്തിന് ഇടയിലും, എന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ പോകുന്നവർ മധ്യവർഗത്തിൽപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ വൃദ്ധജനങ്ങളാണ്. അവരുടെ ഇടയിൽ അതൊരു നെഗറ്റീവ് വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങൾ LDFന് വളരെ അനുകൂലമാണ് എന്നും ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, കിഫ്ബിയുടെ നേതൃത്വം നടന്ന അടിസ്ഥാന സൗകര്യ വികസനം അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതും LDFന് അനുകൂലമാണ്. അതോടൊപ്പം ഈഴവ നായർ വോട്ടുകൾ LDFന് അനുകൂലമായിരിക്കും. BJPക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. ശബരിമല വിഷയം വലിയ ചർച്ചാ വിഷയമാകുമെങ്കിലും നേരത്തെ ശബരിമല വിഷയം ചർച്ച ചെയ്ത ഘട്ടത്തിൽ LDFന് എതിരെ ഉണ്ടായിരുന്ന വികാരം ഇപ്പോഴില്ല എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ശബരിമല വിഷയം BJPക്ക് ഒരിക്കലും അനുകൂലമാകില്ല, അത് കുറച്ചെങ്കിലും അനുകൂലമാകുക UDFനാണ് എന്ന് ഈ സർവേ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം പ്രകടമല്ല എന്നാണ് ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷവും ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയത്തുമാണ് ഈ സർവേ നടക്കുന്നത്. എന്ന് വെച്ചാൽ ജനുവരി 2 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ, ആ ദിവസങ്ങളിലെ റിപ്പോർട്ട് അനുസരിച്ചാണ് പറയുന്നത്. ഭരണവിരുദ്ധ വികാരം കുറവാണ്. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ് LDFന് വലിയ തിരിച്ചടിയായി മാറുക. അതോടൊപ്പം തന്നെ ശബരിമല വിഷയം UDFന് അനുകൂലമാകും, BJPക്ക് അതിൻ്റെ ഗുണം ലഭിക്കാൻ ഇടയില്ല. അതോടൊപ്പം ശബരിമല വിഷയം നേരത്തെ എന്ന് വെച്ചാൽ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വികാരമുണ്ട്. സർക്കാരിന് എതിരെ ഉണ്ടായ വികാരം, LDFന് എതിരെ ഉണ്ടായ വികാരം, അത്ര കടുത്ത വികാരം ഇപ്പോൾ നിലവിലില്ല എന്നാണ് പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ സർക്കാർ വിരുദ്ധ വികാരം ഇപ്പോൾ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഈ സർവേ റിപ്പോർട്ടിനകത്ത് പറയുന്നു. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി, ആർക്കാണ് മേൽക്കൈ, അതും ഈ സർവേയിൽ പ്രവചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ആണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയാണ്. VD സതീശൻ 3ാം സ്ഥാനത്താണ് ഉള്ളത് എന്നും PSR ടീം നടത്തിയ സർവേയിൽ പറയുന്നു. കൗതുകകരമാണ് ഇതിൻ്റെ റിസൾട്ട്. എന്ന് വെച്ചാൽ വോട്ട് കൂടുതൽ LDFനും സീറ്റ് കൂടുതൽ UDFനും എന്നതാണ് സർവേ റിപ്പോർട്ടിൻ്റെ കാതൽ. ഇത് മറികടക്കാൻ LDFന് കഴിയുമോ? സമയമുണ്ട്, ഇനിയും 2 മാസമുണ്ട്. 2 മാസത്തെ പ്രവർത്തനങ്ങളിലൂടെ നല്ല എന്ന് വെച്ചാൽ സുശക്തമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്കിടയിലുള്ള വികാരം ശമിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. സംശയമില്ല, LDFന് ജയിച്ചു വരാൻ കഴിയും, വലിയ മാർജിനില്ലാതെ ജയിച്ചു വരാൻ കഴിയും എന്നാണ് ഈ സർവേ റിപ്പോർട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ LDF നേതൃത്വം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു 3ാം LDF ഭരണം സ്വാഭാവികമായും വരും എന്ന കണക്ക് കൂട്ടലാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളാണ് ഈ സർവേ റിപ്പോർട്ട് നമ്മോട് പറയുന്നത്.